ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഒനിയൻ പക്കോടയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സവോള ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് ആദ്യം അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും ഒരു ഇഞ്ചിയും. അതൊന്ന് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം. ഇതുപോലെ ഒരു കല്ലി വെച്ച് ഒന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കിത് മിക്സ് ചെയ്യാം. സവോള ഇടുക. ഇതിലോട്ട് ഒരു ടീസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ റവ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സവോളയുടെ മുകളിലായിട്ട് ചെറിയൊരു എണ്ണമയം പോലെ ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് കിട്ടും പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ. നമുക്ക് നല്ല ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പ് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം നല്ലപോലെ. ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ കുഴച്ചാൽ മതി, അതായിരിക്കും നല്ലത്. വെള്ളം ഓവറായി കൂടാൻ പാടില്ല. ഒരു ടൈറ്റ് പരുവത്തിൽ കുഴച്ചെടുക്കാം. നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പക്കോട ഇടുമ്പോൾ ഇതുപോലെ വെതറി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കട്ടയായിട്ട് ഇടുമ്പോഴത്തേക്കും വേഗം ഭയങ്കര പാടായിരിക്കും. ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ടാൽ മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിയും. വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒനിയൻ പക്കോടയാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇതുകൂടെ നമുക്ക് അങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ചെറിയ കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ നേരം ഒന്ന് ആ കട്ടയൊന്ന് മാറ്റി ഉടച്ചൊന്ന് കൊടുത്താൽ മതി. ഏകദേശം നമ്മുടെ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്.